അത് തന്നെ മാമം, ഞങ്ങൾക്കൊന്നും നോക്കാനില്ല, ഒഴിച്ചങ്ങോട്ട് വിടും മാമ. നോക്കട്ടെ ഞാൻ കൊള്ളാവോന്ന്. ചൂടത്ത് ഈ പാല് കുടിച്ചാൽ കുടലൊക്കെ തണുത്തോണ്ട് ഇറങ്ങുന്നത്. കുടിക്കണടി, കുടലൊക്കെ തണുക്കട്ട് പിള്ളേരെ. നല്ല ചൂടാണേ ഇപ്പോഴും, അറിയാലോ നിങ്ങൾക്ക്. വെളിയിൽ പോരി ഇറങ്ങാൻ വയ്യാതാ. ഞാൻ കുടിക്കണമ്മ. എടാ നിനക്ക് വേണ്ടേ? എനിക്ക് മുട്ട മതിയമ്മ. എനിക്ക് വേണ്ട പാല്, ഞാൻ അമ്മച്ചിയുടെ പാല് കുടിച്ചോളാം. ഇപ്പോഴും കുറച്ച് നിർബന്ധമൊക്കെ കൂടുതലാണ് പിള്ളേർക്കും എല്ലാവർക്കും. കേട്ടോ? എന്ത് പറഞ്ഞ് നമ്മളെ പറ്റി പറയുന്ന മാമനെ നിങ്ങൾക്ക് അറിഞ്ഞിടടി പിള്ളേരെ, അലച്ചിട്ട് അങ്ങ് പോവും. നിങ്ങൾ തൻ്റെ വയറ് നിറച്ചങ്ങോട്ട് കഴിക്കാൻ നോക്കി. തൻ്റെ അവൻ മേടിച്ച് കഴിക്കുന്നുണ്ട് അതുപോലെ. എല്ലാവർക്കും നിർബന്ധമൊക്കെ കൂടി. ഇവൻ സ്നേഹമുള്ളവനെ തൊടലെന്ന കഴിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നില്ല. വൻ തൊടൽ. ആഹാ, ഇപ്പൊ നോക്കിക്കും. ചട്ടിയിൽ കുറച്ച് എനിക്ക് വയ്യമ്മ, തൊണ്ട പിടിക്കണ്. എല്ലാം കുടിച്ചങ്ങോട്ട് തീർക്കാനെല്ലാം പടപടാ. പിള്ളേരെ നിങ്ങൾക്കിത് വേണ്ടേ? ഇത്രയും മുട്ട ബാക്കി വന്നല്ലേ. ഇനി ഇവിടെ കിടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കഴിക്കണടി, തല അങ്ങോട്ട് എടുക്കടാ. ഞാൻ തുടച്ചങ്ങോട്ട് കൊടുക്കട്ട് മാമന്റെ കയ്യിൽ. ആ ചട്ടി കൊണ്ട് പോട്ട്. ഈ മുട്ടയൊക്കെ ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ വയ്യേ ദൈവമേ. എല്ലാം കൂടെ കൊണ്ട് വാരിഞ്ഞുകൊണ്ടിട്ട്. എടി നീ എവിടെ പോണടി? ഞാനും പോനമ്മ, എനിക്ക് മതിയായി. എടി വരുന്നടി ഞാട്ട്. എന്നെ കൊണ്ട് ഇനി പറ്റൂലമ്മ. അവൻ വേണമെങ്കിൽ കഴിച്ചോട്ടെ, ഞാൻ കഴിക്കോടി. നീ വേണമെങ്കിൽ കഴിച്ചാൽ മതി. എന്നാലും കുറച്ച് തിന്നപ്പോ തന്നെ മതിയായി. പാല് മുട്ട എല്ലാം കൂടെ ആയപ്പോഴേ എനിക്ക് വേണമെന്നില്ല. ഇനി ആരോ നമ്മളെ നോക്കണമ്മ. നീ ശ്രദ്ധിച്ചോ, ഇങ്ങോട്ടല്ലോ വരുന്നാന്ന്. ആരോ വരണമ്മ. എവിടെയടി? ഇല്ല, അത് ഇങ്ങോട്ട് വരൂലടി. നീ അങ്ങനെ നോക്കിയിരുന്നു, ഞാനതപ്പോ കുടിക്കട്ട്. ഓഹ്, വാതിറക്കാൻ പറ്റില്ല എവിടെയെന്നും. എന്ത് ചെയ്യാനാണ് ഈ പിള്ളേരെ എങ്ങനെ വളർത്തിയെടുക്കുമോ എന്തോ. പല വഴിക്കൊന്നുമല്ലേ ആൾക്കാർ നടന്നു പോകുന്നത്. മുട്ടയുടെ പാലിൻ്റെ മണം അടിച്ച പ്രാന്ത് പിടിച്ച ആൾക്കാർ ഇങ്ങനെ കിടന്ന് നടക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് കഴിക്കും മക്കളെ. എല്ലാം കൂടെ ഒക്കെ വന്ന് കൂടി കഴിഞ്ഞാൽ നമ്മളെ ഓടിക്കും. തല ഒന്ന് മാറ്റമ്മ, ഞാനും കൂടെ സഹായിച്ച് തരാം. അല്ലാതെ തീരത്തൊന്നുമില്ല. ഇവിടെ നിന്നിങ്ങനെ കുടിച്ചോണ്ടിരുന്നാലേ അവിടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ വരും. പിന്നെ വലിയ പ്രശ്നമാണ് നമുക്ക്. ചീറ്റലും മുറുകലും എല്ലാം ഇവിടെ നടക്കും. പിന്നെ അമ്മച്ചിക്ക് പിന്നെ എല്ലാവരുടെ മരക്കൂടെ തന്നെ സമയം കാണും.